ദിലീപ് ദേവസ്യ, നിർമ്മാണം നടക്കുന്ന വീടിനടുത്താണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വിജയലക്ഷ്മിയെ ഈ കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് തന്ത്രപൂർവ്വം അവിടേക്ക് എത്തിക്കുകയായിരുന്നു, ക്ഷേത്ര ദർശനം എന്നൊക്കെയുള്ള വ്യാജേന. അതിനുശേഷം ഈ കൊലപാതകം തന്നെയാണ് ലക്ഷ്യമിട്ടത്, അതിലേക്ക് നയിച്ചത് മറ്റൊരാളെ ഫോൺ വിളിച്ചു എന്നതാണ് ഇപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്ന നിഗമനത്തിൽ തന്നെയല്ലേ പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ദിലീപ്. സുജിയ, ഇക്കാര്യത്തിൽ പോലീസ് ഇപ്പോഴും, അതായത് ഒന്നുകൂടി പോലീസിന് ഈ ജയചന്ദ്രനുമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ജയചന്ദ്രൻ ആദ്യം തന്നെ ഈ കേസിൽ കുറ്റകൃത്യം ചെയ്തില്ല എന്നുള്ള തരത്തിലായിരുന്നു ഉറച്ചു നിന്നത്. അതായത് ജയചന്ദ്രന് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഈ കേസിൽ നിന്ന് താൻ ഈ കേസിൽ ബന്ധപ്പെടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ജയചന്ദ്രൻ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് എല്ലാ തെളിവുകളും നിരത്തിയപ്പോൾ ഒടുവിൽ പോലീസിന് ഈ ജയചന്ദ്രന് കുറ്റം സമ്മതിക്കേണ്ടി വന്നു, താനാണ് കൊലപാതകം നടത്തിയതെന്നുള്ളത്. അപ്പോൾ കരുനാഗപ്പള്ളി പോലീസിന് മുൻപാകെ ഈ ജയചന്ദ്രൻ പറഞ്ഞിരുന്നത് അർദ്ധരാത്രിയിൽ വന്ന ഒരു ഫോൺ കോൾ, വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വന്ന ഒരു ഫോൺ കോളാണ് തന്നെ ചൊടിപ്പിച്ചത്. അതായത് താനുമായുള്ള സൗഹൃദം നിലനിൽക്കെ മറ്റൊരാൺ സുഹൃത്തുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടായി എന്നുള്ളതാണ് ഈ ജയചന്ദ്രനെ ചൊടിപ്പിക്കുകയും ചെയ്തത്. ഇക്കാര്യം അപ്പോഴുണ്ടായ തർക്കം അത് ഒരു സംഘട്ടനത്തിലേക്ക് കലാശിക്കുന്നു. അവിടെ നിന്ന് ഉന്തിയിട്ടപ്പോൾ തള്ളിയപ്പോൾ വാതിൽപ്പടിയിൽ തലയടിച്ചു വീണു. പിന്നീട് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി എന്നാണ് കരുനാഗപ്പള്ളി പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ഇതിലൊരു ആസൂത്രിതമായ ഒരു കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടി പോലീസിന് പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം പ്രതി ഇത്രമേൽ ആസൂത്രണം നടത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് മൊബൈൽ തെളിവ് നശിപ്പിക്കാൻ പ്രതി ഇത്രമേൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇത് ആസൂത്രണം ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള കാര്യം ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പോലീസിന് വ്യക്തമായി ഈ കാര്യത്തിൽ പ്രതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടതുണ്ട്. പോലീസ് പ്രതി ഈ കാര്യം ചെയ്തത് നേരത്തെ കരുതിക്കൂട്ടിക്കൊണ്ടുള്ള ഒരു കൊലപാതകം തന്നെ ആണോ എന്നുള്ളതാണ്. ആദ്യം പ്രതി പറഞ്ഞിരുന്നത് പോലീസിനോട് തനിക്ക് അബദ്ധം പറ്റി എന്നുള്ള തരത്തിലാണ്. അതായത് വാക്ക് തർക്കത്തിലൂടെ കയ്യാങ്കളിയിൽ പറ്റിപ്പോയ ഒരു അബദ്ധം എന്നുള്ള തരത്തിലായിരുന്നു പറഞ്ഞത്. പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപ്പാടായിരുന്നു ഇത്രയും ഈ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഒരു ബുദ്ധി പ്രയോഗിപ്പിച്ചത് ഒരു ക്രിമിനൽ സിനിമകൾ, ത്രില്ലിംഗ് സിനിമകൾ കാണുന്ന തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് എത്തിയത് കണ്ണൂർ ബസ്സിൽ ഉപേക്ഷിക്കണം, അവിടേക്കുള്ള യാത്രയിലായിരിക്കും എന്നുള്ള തരത്തിൽ വിശ്വസിപ്പിച്ചെടുക്കണം എന്നുള്ളതായിരുന്നു ഈ പ്രതിയുടെ ആദ്യത്തെ ജയചന്ദ്രൻ്റെ ലക്ഷ്യം തന്നെ. പക്ഷേ മൊബൈൽ ഫോൺ ലഭിച്ചതോടുകൂടെ തന്നെ ഈ ജയചന്ദ്രൻ്റെ എല്ലാ ഉദ്ദേശവും എല്ലാ തന്ത്രങ്ങളും പാളി എന്നുള്ളതാണ്. 13-ാം തീയതി ജയചന്ദ്രൻ്റെ വിജയലക്ഷ്മിയെ കാണാനില്ല എന്നുള്ള പരാതി കരുനാഗപ്പള്ളി പോലീസിൽ ലഭിച്ചതോടുകൂടെ തന്നെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. അങ്ങനെയാണ് മൊബൈൽ ഫോൺ ലഭിക്കുകയും അത് ജയചന്ദ്രൻ്റെ ലൊക്കേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ജയചന്ദ്രൻ ഈ വിജയലക്ഷ്മിയുടെ കോൾ ഹിസ്റ്ററിയിൽ എല്ലാ ദിവസവും വിളിക്കുന്ന ആളാണ്, സന്ദേശങ്ങൾ അയക്കുന്ന ആളാണ് എന്നുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തമാകുന്നു. ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങളും പോലീസിന് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെ പോലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ ജയചന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് പരിചയമുണ്ട് എന്നല്ലാതെ തനിക്ക് ഈ കൊലപാതകം നടന്ന ദിവസങ്ങളിൽ പിന്നീട് ഈ വിജയലക്ഷ്മിയുമായി താൻ യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല, അവരെ കണ്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു മൊഴിയായിരുന്നു ഈ പോലീസിൻ്റെ മുൻപാകെ ജയചന്ദ്രൻ വിശദീകരിച്ചത്. പക്ഷേ തെളിവുകൾ എല്ലാം തന്നെ ജയചന്ദ്രന് എതിരായിരുന്നു. ജയചന്ദ്രൻ്റെ മുൻപിൽ ഓരോ തെളിവുകൾ വെച്ചപ്പോഴും ഒടുവിൽ ഈ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. താൻ ചെയ്തതാണ്, തനിക്ക് ചെയ്തു പോയി. അതായത് ഉന്തും തള്ളിൻ്റെ ഇടയിൽ തലയടിച്ച് വീഴുന്നു, പിന്നീട് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് കൊലപ്പെടുത്തി ശേഷം മൃതദേഹം മറവ് ചെയ്യുന്നത് പുലർച്ചെ ഏകദേശം 2 മണിയോടുകൂടെ തന്നെ മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ പറമ്പിൽ വീട്ടിനുള്ളിൽ മൂടി എന്നായിരുന്നു ജയചന്ദ്രൻ കരുനാഗപ്പള്ളി പോലീസിൻ്റെ മുൻപാകെ പറഞ്ഞിരുന്നത്. പിറ്റേ ദിവസം, അതായത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു നായ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ആ മൃതദേഹം വീണ്ടും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്, ദുർഗന്ധം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ജയചന്ദ്രൻ സിമൻറ്റും മെറ്റലും ഉപയോഗിച്ച് അവിടെ കോൺക്രീറ്റ് ചെയ്തു എന്നായിരുന്നു പോലീസിന് നൽകിയ മൊഴി. പക്ഷേ ഇപ്പോൾ പോലീസിന്
തെളിവെടുപ്പുമായി വന്നപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഇങ്ങനെയാണോ അല്ലെങ്കിൽ പുറത്താണോ മൃതദേഹം വെച്ചിരുന്നു എന്നുള്ള കാര്യത്തിലടക്കം പോലീസിന് സംശയം വരുന്നു. പിന്നീട് വീടിന് പുറത്ത് പറമ്പിൽ നടത്തിയപ്പോഴാണ് ഈ ദുർഗന്ധം വരുന്നു, മൃതദേഹം അവിടെ ഉണ്ട് എന്നുള്ള തരത്തിലേക്കടക്കം എത്തുകയും ചെയ്തത്. വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണോ അല്ലെങ്കിൽ ഇത് നമുക്കത് അറിയേണ്ടിയിരിക്കുന്നു. നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു.